Welcome back, my dear students, on a new lecture on number theory. Previous lectures നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് കോൺഗ്രുവൻസ് എന്ന ഒരു കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസുമാണ്. സോ നെക്സ്റ്റ് ഈസ് കോൺഗ്രുവൻസുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് റിസൾട്ടാണ് തിയറംസ്. ഈ ക്ലാസ് ഓഫ് റിസൾട്ടുകൾ ക്ലാസിക് റിസൾട്ടുകളാണ്. ഈ റിസൾട്ടുകൾ വെച്ചിട്ടുള്ള ചില പ്രോബ്ലംസും ഈ റിസൾട്ടിൻ്റെ മായി ബന്ധപ്പെട്ട ചില പുതിയ ടൈപ്പ് ഓഫ് നമ്പേഴ്സുമാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ മെയിൻ തിങ്സ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് സെക്ഷൻസ് ആർ the first is a result, classic result called Fermat's little theorem. Okay, second thing is the problems associated with Fermat's theorem. Next thing is associated with this Fermat little theorem, we can define two different class of numbers. First one is Mersenne primes and their properties, and second one is pseudo primes. ഓക്കെ, ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോൺഗ്രുവൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്ലാസിക് റിസൾട്ടുകളിൽ ഒന്നാണ് Fermat's little theorem എന്ന് പറയുന്ന ഈ റിസൾട്ട്. ഓക്കെ, സോ ലെറ്റ് us state this Fermat's theorem. Fermat's little theorem. The theorem states that let P be a prime, let P be a prime, and suppose that P doesn't divide A, or in other words, GCD of A and P is equal to 1, or A and P are relatively prime. Aക്കും Pക്കും common factors ഇല്ല. പിക്കുള്ള ഒരേ ഒരു കോമൺ ഫാക്ടർ പിയും 1 മാത്രമാണ്. പി എ ഡിവൈഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിന് രണ്ടിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ല, ഉണ്ടെങ്കിൽ അത് 1 മാത്രമാണ്. ദെൻ ദ റിസൾട്ട് ഈസ് എ റൈസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. ഇറ്റ്സ് എ ക്ലാസിക് റിസൾട്ട്. സോ ഇവിടെ പറയുന്നത് പി എന്നുള്ളത് ഒരു പ്രൈം നമ്പറാണ് ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് എ നമ്പർ എ. അതായത് എക്കും പിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ a raised to p minus 1 congruent to 1 mod p, which means that a raised to p minus 1നെ p കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ വൺ എക്സാമ്പിൾ ഈസ് ലെറ്റ്സ് സേ 5 and 11. ഓക്കെ, ദീസ് ആർ റിലേറ്റീവ്ലി പ്രൈംസ്. ഞാൻ ഇതിനെ p എന്നെടുക്കുന്നു, ഇതിനെ a എന്നെടുക്കുന്നു. ഓക്കെ, സോ a raised to p minus 1, a raised to 10 congruent to 1 mod 11, or 5 raised to 10 congruent to 1 mod 11. Okay, this is the result. ഈ 5 raised to 10 എന്ന് പറയുന്നത് വളരെ വലിയ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അതിനെ 11 കൊണ്ട് യൂഷ്വൽ സെൻസിൽ ഡിവിഷൻ നടത്തി റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിളായ കാര്യമല്ല. അവിടെയാണ് ഈ റിസൾട്ടിൻ്റെ റെലവൻസ്. ഓക്കെ, നമുക്ക് ഏത് വലിയ പ്രൈം നമ്പർ തന്നാലും എ പ്രൈമുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, അതായത് എക്കും പിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ, a raised to p minus 1 is always congruent to 1 mod p. This is what Fermat's little theorem states. Now we have to prove this. That's the next thing. So നമുക്കത് പ്രൂവ് ചെയ്യണം. പ്രൂഫിൻ്റെ അകത്ത് നമ്മൾ ചില ഐഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. It should be clear. Okay, so let us move on to the proof. So first, consider the p minus 1 multiples of a. So a എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ p minus 1 multiple, that is 1a, 2a,
3a, 4a, 5a, etc. up to p minus 1a. ഇതാണ് p minus 1a ഫസ്റ്റ് p minus 1 മൾട്ടിപ്പിൾസ്. ഓക്കെ, എയുടെ ഫസ്റ്റ് p minus 1 മൾട്ടിപ്പിൾസ്. ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യും. Then we are making two assumptions. The first one is none of these numbers are congruent to 0 mod p, or p does not divides none of these numbers, or p does not divide any of these numbers. This is the first. അതാണ് നമ്മുടെ ഫസ്റ്റ് അസംഷൻ. അതായത് നമ്മൾ ആദ്യം എയുടെ p minus 1 മൾട്ടിപ്പിൾസ് എടുത്തു. ആൻഡ് ഫസ്റ്റ് അസംഷൻ ഇതിൻ്റെ അകത്ത് ഒരു നമ്പറിനെയും p ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇഫ് യു കൺസിഡർ സം RA where 0 less than r less than or equal to p minus 1, where r varies from 1 to etc. p minus 1, RA is not congruent to 0 mod p എന്നാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, ഇഫ് പോസിബിൾ RA congruent to 0 mod p ആണെന്ന് എടുത്തോളൂ. ഓക്കെ, RA congruent to 0 mod p ആണെങ്കിൽ സിൻസ് a and p are relatively prime, എയ്ക്കും പിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല, സോ നമുക്ക് RA congruent to 0 mod p ആണെങ്കിൽ എയ്ക്കും പിക്കും കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ ദ നെക്സ്റ്റ് തിങ് ഈസ് R and p should have common factor. So this implies R is congruent to 0 mod p. കാരണം നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ പി. ഈ പ്രോഡക്റ്റ് ഓഫ് ഈ രണ്ട് നമ്പേഴ്സിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൾറെഡി നമുക്കറിയാം എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. ദെൻ ദ ഓൺലി തിങ് വിച്ച് റിമൈൻസ് ഈസ് പി ഷുഡ് ഡിവൈഡ് ആർ. ദാറ്റ് ഈസ് ആർ ഈസ് കോൺക്വന്റ് ടു 0 mod p. ഇനി ആറിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? ആറിന്റെ വാല്യൂസ് 1, 2, 3 എക്സെട്ര p മൈനസ് 1 വരെയാണ്. ഓക്കെ, ഇത് പിയെക്കാട്ടിലും ചെറിയ നമ്പേഴ്സ് ആണ്. പി ഒരിക്കലും പിയെക്കാട്ടിലും ചെറിയ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, സോ ആ കോൺക്വന്റ് ടു 0 mod p എന്നുള്ള എൻ്റെ അസംഷൻ എന്താണ്? തെറ്റാണ്. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് RA not congruent to 0 mod p. RA congruent to 0 mod p ആണെങ്കിൽ GCD of A and P 1 ആകുമ്പോൾ ആ congruent to 0 mod p എന്ന് കിട്ടും. ആറിന്റെ വാല്യൂ 1 to p minus 1 വരെയുള്ള ഇൻറ്റീജേഴ്സ് ആണ്. പിയെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരൊറ്റ ഇൻറ്റീജറിനെയും ഡിവൈഡ് ചെയ്യത്തില്ല. സോ അവർ അസംഷൻ ബിക്കംസ് റോങ്. സോ വിച്ച് മീൻസ് ദാറ്റ് RA congruent to 0 mod p എന്നുള്ള അസംഷൻ തെറ്റാണ്. സോ വിച്ച് മീൻസ് ആറിന്റെ ഏതെങ്കിലും വാല്യൂസ് ആണല്ലോ. സോ വിച്ച് മീൻസ് 1a does not divides p, or p does not divides 1a, p does not divides 2a, p does not divides 3, etc. p does not divides p minus 1 into a. So none of these numbers are congruent to 0 mod p. So this is the first thing. The second thing is, none of these numbers are congruent modulo p to any other number. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് 1a, 2a, 3a, 4a എക്സെട്ര p മൈനസ് 1a. ഓക്കെ, ഇവിടെ ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്. ലെറ്റ്സ് സേ RAയും SAയും എടുക്കുകയാണ്. ആറിൻ്റെയും എസിൻ്റെയും വാല്യൂ 0യ്ക്കും p മൈനസ് 1നും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ RA congruent to SA mod p എന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ RAയും SAയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഒരിക്കലും സെയിം ആകില്ല. അല്ലെങ്കിൽ ഈ നമ്പേഴ്സിനെ ഒന്നും p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ നമ്പേഴ്സിനെ എല്ലാം p കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡേഴ്സ് സെയിം ആകില്ല.
ഇതിനകത്ത് ഏത് പെയർ ഓഫ് നമ്പേഴ്സ് എടുത്താലും അതിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് വ്യത്യസ്തമായിരിക്കും. ദാറ്റ്സ് ദ തിങ്. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് 1a പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ല 2a പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, അതല്ല 3a ഡിവൈഡ് ചെയ്യുമ്പോൾ, അതല്ല p മൈനസ് 1 ഇൻറ്റു എ പി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഇതെല്ലാം വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് ആണ് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഈ നമ്പേഴ്സിനെ എല്ലാം പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് വ്യത്യസ്തമാണ് എന്നതാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് നമ്പേഴ്സും കോൺഗ്രുവൻ്റ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരിക്കലും കോൺഗ്രുവൻ്റ് അല്ലെന്നാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇഫ് പോസിബിൾ ലെറ്റ്സ് സേ RA കോൺഗ്രുവൻ്റ് ടു SA mod P. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കിട്ടിയാൽ മതി. ആദ്യത്തെ എസിൻ്റെ വാല്യൂ 0ക്കും P മൈനസ് 1ൻ്റെ ഇടയ്ക്കാണ്. ഇനി നമുക്കറിയാം GCD ഓഫ് A ആൻഡ് P ഈസ് ഈക്വൽ ടു 1. എയും പിയും എയുടെയും പിയുടെയും GCD 1 ആണ്. സോ നമുക്ക് A ക്യാൻസൽ ചെയ്ത് കളയാം രണ്ട് സൈഡിലും. എപ്പോഴും GCD 1 ആകുന്ന കേസിൽ മാത്രമേ ഈ ക്യാൻസലേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. സോ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ R കോൺഗ്രുവൻ്റ് ടു S mod P എന്ന് കിട്ടും. Okay, so which implies R minus S congruent to 0 mod P എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ആറും എസും വ്യത്യസ്തമായ എലമെന്റ്സ് ആണ്. ആർ നോട്ട് ഈക്വൽ ടു എസ് ആണ്, കാരണം നമ്മൾ രണ്ട് വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് ആണ് എടുത്തത്. സോ ആറും എസും സെയിം അല്ല. ഇവിടെ ആർ മൈനസ് എസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി എന്നാണ് ഇവിടെ കണ്ടത്, അല്ലെങ്കിൽ പി ഡിവൈഡ്സ് ആർ മൈനസ് എസ്. ഇനി ആറിന്റെയും എസിന്റെയും വാല്യൂ പി മൈനസ് 1നെക്കാട്ടിലും ചെറുതാണ്, അല്ലെങ്കിൽ ആറും എസും പി മൈനസ് 1നെക്കാട്ടിലും ചെറുതാണെങ്കിൽ ആർ മൈനസ് എസ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ പി മൈനസ് 1. ഓക്കെ, സോ ഇത് പി മൈനസ് 1നെക്കാട്ടിലും ചെറുതായ ഒരു ഇൻഡിവിജ്വൽ ആണ്. ലെറ്റ് us assume that it is positive. നമ്മൾ ആർ വലുതാണെന്ന്, എസിനെക്കാട്ടിലും വലുതാണെന്നൂടെ ചെറുതായിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ആർ മൈനസ് എസ് പോസിറ്റീവ് ആണെന്നൂടെ അസ്യൂം ചെയ്യുക. സോ ആർ മൈനസ് എസ് ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇത് പി മൈനസ് 1നെക്കാട്ടിലും ചെറുതാണ്. സോ ഇത് പി യെക്കാട്ടിലും ചെറുതാണ്, പക്ഷെ ഇത് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ പി മൈനസ് 1നെ പി യെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒറ്റ ഇൻറ്റീജറിനെ മാത്രമേ പി ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജർ, ദാറ്റ് ഈസ് 0. സോ വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ആർ മൈനസ് എസ് പി യെക്കാട്ടിലും ചെറുതാണ് ആൻഡ് P divides R minus S, which means that R minus S should be equal to 0, which implies R should be equal to S, which is not possible. കാരണം നമ്മൾ ആറും എസും വ്യത്യസ്തമായ എലമെന്റ്സ് ആണ് എടുത്തത്. സോ വിച്ച് മീൻസ് ദാറ്റ് RA കോൺഗ്രുവൻ്റ് ടു SA mod P എന്നുള്ള അസംഷൻ തെറ്റാണ്. സോ വിച്ച് മീൻസ് RA should not be congruent to SA mod P. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്തെ ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും ആ നമ്പേഴ്സിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് സെയിം അല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഓരോ നമ്പേഴ്സിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് വ്യത്യസ്തമാണ്. ദിസ് ഈസ് ദ ഐഡിയ. സോ ദീസ് ആർ ദ ടു തിങ്സ് വിച്ച് വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ്. ദെൻ യൂസിങ് ദീസ് ടു ഫാക്ട്സ് വി ക്യാൻ സേ ദാറ്റ്, സോ നമ്മൾ 1a 2a 3a etc. p minus 1a വരെയുള്ള ഇൻറ്റീജേഴ്സ് ആണ് എടുത്തത്. None of these are congruent to 0 mod P, and this gives different reminders. When divided by P. These are the two things which we have established. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ്. ഓക്കെ, സോ ദ റിമൈൻഡേഴ്സ് when we divide with PR 0 1 2 3 etc. P minus 1. ഇവിടെ നമ്മൾ 0 വരില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഒരു നമ്പറും കോൺഗ്രുവൻ്റ് ടു 0 mod P എല്ലാം എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന റിമൈൻഡേഴ്സ് 1 2 etc. P minus 1 വരെയാണ്. ഇത് ടോട്ടൽ P minus 1 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ P minus 1 വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് ഉണ്ട്. ഇവിടെയും ടോട്ടൽ P minus 1 വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് ഉണ്ട്. സോ വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഈ നമ്പേഴ്സിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. അത് P minus 1 എണ്ണം ഉണ്ട്. സോ
ടോട്ടലി ഒരു നമ്പറിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ള നോൺ സീറോ റിമൈൻഡേഴ്സ് പി മൈനസ് വൺ എണ്ണമാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ഈ റിമൈൻഡേഴ്സും ഈ റിമൈൻഡേഴ്സിന്റെ കളക്ഷനും സെയിം ആണ്, ബട്ട് ഓർഡർ മേ ബി ചേഞ്ചിങ്. ചിലപ്പോൾ ഇവിടുത്തെ 1a എന്നുള്ളത് പി മൈനസ് 1a ആയിരിക്കും, ഇവിടെ 3a എന്നുള്ളത് 2 ആയിരിക്കും. ഇത് സെയിം ഓർഡർ വരുന്ന 1a എപ്പോഴും 1 ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ കളക്ഷൻ ഓഫ് റിമൈൻഡേഴ്സ് എടുത്താൽ അത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. കാരണം ഈ 1a 2 എക്സെട്ര പി മൈനസ് 1a പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് ആണ്. പി മൈനസ് 0 ഒഴികെയുള്ള വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് ആണ്. ഇനിയും പി കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യത്യസ്തമായ റിമൈൻഡേഴ്സിന്റെ കളക്ഷൻ 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള നമ്പേഴ്സ് ആണ്. സോ ഇവിടെ ടോട്ടലി പി മൈനസ് 1 വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് ഉണ്ട്, ആ കൂടെ പി മൈനസ് 1 റിമൈൻഡേഴ്സ് എവിടെയുള്ളൂ. സോ വിച്ച് മീൻസ് ദാറ്റ് ഈ സെറ്റ് ഓഫ് റിമൈൻഡേഴ്സും ഈ സെറ്റ് ഓഫ് റിമൈൻഡേഴ്സും ഷുഡ് ബി സെയിം. ഓക്കെ, സോ 1a 2a etc p minus 1a are 1 2 3 etc p minus 1 modulo p in some other order. ഇതാണ്. ഓക്കെ, ഇത് 1ഉം 2ഉം എക്സെട്ര പി മൈനസ് 1 തന്നെയാണ്, പക്ഷേ വേറെ ഓർഡറിലായിരിക്കും. ചിലപ്പോൾ 1 എന്താകത്തില്ല, 1 ആകത്തില്ല. ഓക്കെ, നൗ ടേക്ക് ദ പ്രോഡക്റ്റ്. ഓക്കെ, നൗ ടേക്ക് ദ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് 1a into 2a into 3a into etc into p minus 1a. This is congruent to 1 into 2 into 3 into etc p minus 1 modulo p. കാരണം ഈ നമ്പേഴ്സ് തന്നെയാണ് ഈ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ 1 into 2 into etc p minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ഇവിടെ ടോട്ടൽ p minus 1 ടൈംസ് a ഉണ്ട്. സോ ദിസ് ഈസ് a raised to p minus 1. ബാക്കി വരുന്നത് 1 into 2 into 3 into etc p minus 1, which is actually p minus 1 factorial, which is congruent to ഇവിടെ 1 to p minus 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p minus 1 factorial mod p. Okay, now p minus 1 factorial അകത്ത് 1 to etc p minus 1 വരെയാണ്. ഇതെല്ലാം p യെ കാട്ടിലും ചെറിയ നമ്പേഴ്സ് ആണ്. p ഒരിക്കലും p യെ കാട്ടിലും ചെറിയ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യില്ല. സോ വിച്ച് മീൻസ് ദാറ്റ് p ഡസ് നോട്ട് ഡിവൈഡ്സ് p minus 1 factorial. അല്ലെങ്കിൽ p minus 1 factorialum പിയും റിലേറ്റീവ്ലി പ്രൈമാണ്. കാരണം പിക്കും പി മൈനസ് 1 ഫാക്ടോറിയലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ അകത്തെ 1 2 എക്സെട്ര പി മൈനസ് 1 ഇതിൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു നമ്പറിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. കാരണം ഇതിൻ്റെ അകത്തെ ഓരോ നമ്പേഴ്സും പി യെ കാട്ടിലും ചെറുതായതുകൊണ്ട് ദാറ്റ് ഡിവിഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ പി മൈനസ് 1ഉം ഫാക്ടോറിയലും പിയും റിലേറ്റീവ്ലി പ്രൈമാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ഇവിടുത്തെ നമുക്ക് പി മൈനസ് 1 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം നമ്മൾ എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എ എന്തുവാ, എ സി കോൺക്രൂവന്റ് ടു എ ഡി മോഡ് പി ആണെങ്കിൽ, എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സി കോൺക്രൂവന്റ് ടു ഡി മോഡ് പി എന്ന് എഴുതാൻ പറ്റുമെന്ന് ഓൾറെഡി പറഞ്ഞു. ഇവിടെ പി മൈനസ് 1 ഫാക്ടോറിയലും പിയും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് വി ക്യാൻ ക്യാൻസൽ പി മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് എ റൈസ് ടു പി മൈനസ് 1 കോൺക്രൂവന്റ് ടു 1 mod p എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി നീഡ് ടു എസ്റ്റാബ്ലിഷ്. ഇതായിരുന്നു നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ ദ റിസൾട്ട് ഈസ് ക്വൈറ്റ് സിമ്പിൾ. നമ്മൾ എ റൈസ് ടു പി മൈനസ് 1 കോൺക്രൂവന്റ് ടു 1 mod p എന്നാണ് പ്രൂവ് ചെയ്തത്. അതിനുവേണ്ടി ആദ്യം ഫസ്റ്റ് പി മൈനസ് 1 മൾട്ടിപ്പിൾസ് ഓഫ് എടുക്കുക. ഇവിടെ 2 അസംഷൻസ് ഉണ്ട്. ഒന്ന്, ഈ നമ്പേഴ്സ് ഒന്നും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ കിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ കിട്ടുമെന്ന് അസ്യൂം ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ കോൺട്രഡിക്ഷൻ കിട്ടും. So the second thing is none of these numbers are congruent to none of these numbers give the same remainder when divided by p. രണ്ട് നമ്പേഴ്സിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം റിമൈൻഡർ കിട്ടില്ല. അങ്ങനെ അസ്യൂം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, then using that fact നമുക്ക് ഇവിടെ 1 to etc p minus 1 multiples of a total p minus 1 elements ഉണ്ട്. ഇവയൊന്നും സെയിം റിമൈൻഡേഴ്സ് തരത്തില്ല, which means these all gives different reminders when divided by p. നമുക്ക് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിൾ ആയ റിമൈൻഡേഴ്സ് 1 2 3 എക്സെട്ര പി മൈനസ് 1 ആണ്. സോ ഇത് ടോട്ടൽ പി മൈനസ് 1 ഉണ്ട്, ഇതും ടോട്ടൽ പി മൈനസ് 1 ഉണ്ട്. സോ ഈ സെറ്റ് തന്നെയായിരിക്കും ഇത് സം ഡിഫറെന്റ് ഓർഡർ. ഓക്കെ,
സോ എന്നിട്ട് അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ്സ് എടുക്കുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് തന്നെ വരും മോഡ് പി. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ a raised to p minus 1 into p minus 1 factorial ആൻഡ് p minus 1 factorial മോഡ് പി എന്ന് കിട്ടും. ഇവിടെ p minus 1 factorial പിയെ കാട്ടിലും ചെറിയ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് അതിന്റെ ഡിവിഷൻ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് അത് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയുന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് a raised to p minus 1 congruent to 1 mod p. Using the previous result, we can state one more result, which is an associated result of the previous result. So which is called corollary. Corollary means an associated result related to the previous result in നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പുതിയ റിസൾട്ടുകളെയാണ് ഒരു തിയറത്തിന്റെ കൊറോളറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ റിസൾട്ട് ഈസ് ഇഫ് പി ഈസ് പ്രൈം if P is a prime number, then a raised to p congruent to a mod p for any integer a. So here the result is a raised to p congruent to a mod p. അതായത് a raised to p യും a കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡേഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് റിസൾട്ട്. നമ്മളിത് രണ്ട് കേസ് ആയിട്ടാണ്. ഇതിന് സിമിലർ ആയിട്ടൊരു റിസൾട്ട് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന് പറഞ്ഞത്. അവിടെ പക്ഷേ a raised to p minus 1 ആണ്. ഇതിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a raised to p congruent to a mod p എന്ന് കിട്ടും. പക്ഷെ അവിടെ എയും പിയും ഡിവിസിബിൾ അല്ല എന്നുള്ള കേസാണ് പറഞ്ഞത്. അപ്പൊ ഈ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ കൊറോളറി. ഇതിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബട്ട് ദാറ്റ് കേസ് ഈസ് ആക്ച്വലി ഫോർ whenever a and p are relatively prime or p does not divides a. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കേസ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് കേസ് ഈസ് പ്രൂഫ് കേസ് 1. if p does not divide a. കാരണം ഈ കേസിലാണ് നമ്മൾ ഫെർമാറ്റ്സ് തിയറം യൂസ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ ഇൻറ്റീജർ എല്ലാ ഇൻറ്റീജേഴ്സിനും റിസൾട്ട് ട്രൂ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് p does not divides a, then GCD of a and p is equal to 1. Then by Fermat's little theorem, we can say that a raised to p minus 1 congruent to 1 mod p. Multiply throughout by a, we get that a into a raised to p minus 1 congruent to a mod p. So which is a into a raised to p minus 1 is a raised to p congruent to a mod p. So നമുക്ക് റിസൾട്ട് കിട്ടി എപ്പോ p does not divides a ആണെങ്കിൽ. ഓക്കെ, സോ p does not divides a ആണെങ്കിൽ a raised to p congruent to a mod p തന്നെയാണ്. This is the first case. Next case is if p divides a. ഇങ്ങനെ രണ്ട് കേസേ വരത്തുള്ളൂ. എന്ന് പറഞ്ഞ ഏതൊരു നമ്പർ എടുത്താൽ ഒന്നുകിൽ പി അതിനെ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ പി അതിനെ ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ പി ഡിവൈഡ്സ് എ ആണെങ്കിൽ വി സേ ദാറ്റ് എ കോൺക്ലൂൻ ടു 0 മോഡ് പി. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. ഓക്കെ, ദെൻ എ മൾട്ടിപ്പിൾ ഓഫ് പി ആണെങ്കിൽ എ റൈസ് ടു പി ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് പി. ഓക്കെ, കാരണം എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി, അതിന്റെ പവേഴ്സ് എടുക്കുമ്പോൾ ഈസ് അഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് പി. ദാറ്റ് ഈസ് എ റൈസ് ടു പി is again congruent to 0 mod p. കാരണം p divides a ആണ്. സോ എക്കും p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ്. a raised to b-ക്കും p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് a raised to p congruent to a mod p എന്ന് കിട്ടും. സോ രണ്ട് കേസുമായി, ഒന്ന് p ഡിവൈഡ്സ് ചെയ്യുന്ന കേസുമായി p does not divide ചെയ്യുന്ന കേസുമായി. സോ ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് a raised to p congruent to a mod p എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. So this is an associated result which is obtained from Fermat's little theorem. Let's move on to some problems. So the first question, use Fermat's theorem to verify that
17 divides 11 raised to 104 plus 1. Okay, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. So solution is, so we have to prove that 17 divides 11 raised to 104 plus 1. That is 11 raised to 104 plus 1 congruent to what? 0 mod 17. Okay, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനു വേണ്ടി ദിസ് ഈസ് ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് 11 റേസ് ടു 104 മോഡ് 17ഉം പ്ലസ് 1 മോഡ് 17ഉം കണ്ടുപിടിച്ചാൽ മതി. ഇത് രണ്ടും കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ അത് 0 ആണെങ്കിൽ വി ഗെറ്റ് ദ ആൻസർ. ദാറ്റ്സ് ദി ഐഡിയ. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം a raised to some n mod p എന്നുള്ളതാണ്. Here p is actually 17, a is actually 11, and 17 does not divides 11, or 17 and 11 are relatively prime. So by Fermat's theorem, okay, we can say that a raised to p minus 1 congruent to 1 mod p. So that is a raised to p minus 1 is, a is actually 11, so 11 raised to 16, 17 minus 1 is 16 congruent to 1 mod 17. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 104 ആണ്. അപ്പോൾ ഇനി അടുത്തത് 104നെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. So this is equal to 16 times 6 plus 8 എന്ന രീതിയിൽ എഴുതാൻ സാധിക്കും. So this implies 11 raised to 104 is equal to 11 raised to 16 times 6 plus 8. This is 11 raised to 16 the whole raised to 6 times 11 raised to 8. Now 11 raised to 16 congruent to 1 mod 17. So 11 raised to 16 congruent to 1 mod 17. So ഇതിൻ്റെ raised to 6 എടുക്കുമ്പോൾ 11 raised to 16 the whole raised to 6 congruent to 1 raised to 6 mod 17. That is 11 raised to 16 the whole raised to 6 congruent to 1 mod 17. That much is got. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് കിട്ടിയത് 11 raised to 16 the whole raised to 6 congruent to 1 mod 17. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ 11 raised to 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻറ്റു 11 raised. So 11 raised to 8 times 11 raised to 16 the whole raised to 6 congruent to 11 raised to 8 mod 17. This is totally 11 raised to 104. So 11 raised to 104 is actually congruent to 11 raised to 8 mod 17. So this is the easiest way. അപ്പോൾ 11 raised to 8 mod 17 കണ്ടുപിടിച്ചാൽ we get the answer. So we have to find the value of 11 raised to 8 mod 17. Okay. Now 11 square is actually 121, which is actually 119 plus 2. Now 119 is a multiple of 17. So 119 actually congruent to 0 mod 17. So this is actually congruent to 2 mod 17. കാരണം 119 is a multiple of 17. Okay, so 119 should be 0 mod 17 plus 2 should be 0 plus 2, which is 2 mod 17. So 11 square congruent to 2 mod 17. Okay, so 11 raised to 4, that is 11 square the whole square congruent to 2 square mod 17. That is 11 raised to 4 congruent to 4 mod 17. Now 11 raised to 4 the whole square,
that is equal to 4 square mod 17. That is 11 raised to 8 congruent to 16 mod 17. So we got it. So 11 raised to 104 congruent to 11 raised to 8 mod 17, which is congruent to 11 raised to 8 is actually 16 mod 17. ഇനി നമുക്ക് വേണ്ടത് 11 റേസ് ടു 104 മോഡ് 17 പ്ലസ് 1 മോഡ് 17 ആണ്, അല്ലെങ്കിൽ 11 റേസ് ടു 104 പ്ലസ് 1 മോഡ് 17 ആണ് വേണ്ടത്. ഓക്കെ, സോ 11 റേസ് ടു 104 പ്ലസ് 1 congruent to 11 raised to 104 is 16. 16 plus 1 mod 17 എന്ന് കിട്ടി. 16 plus 1 is 17. So this is actually 17 mod 17 എന്ന് കിട്ടി. 17 is a multiple of 17. So this is congruent to 0 mod 17. That is 17 divides 11 raised to 104 plus 1. This is the result.